ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഐറോസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കപ്പ ബിരിയാണിയാണ്. ബീഫ് കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി ഞാനിപ്പോൾ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ കപ്പയ്ക്ക് 3/4 കിലോ ബീഫ് എന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നിടം വരെ ഇത് വേവിക്കണം. പിന്നീട് ഞാനൊരു 3/4 കിലോ ബീഫ് ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്തത്, ഒരു 5-6 ചെറിയുള്ളി ക്രഷ് ചെയ്തത്, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് തേങ്ങ കൊത്തുകൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടുന്ന പൊടികൾ: 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒരു 6 വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കപ്പ ഞാൻ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 6 വിസിലടിച്ചു. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. കടുകും കറിവേപ്പിലയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് കുറച്ചൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ബീഫ് കറി വെക്കുമ്പോഴും റോസ്റ്റ് ചെയ്യുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴും ഒക്കെ അല്പം തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കും. കപ്പ ബിരിയാണി വെക്കുമ്പോഴും അതിൽ അല്പം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്താൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഈ സോളയൊക്കെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവണം. ഇഞ്ചിന്റെയും വെളുത്തുള്ളിന്റെയും ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ സവോളയൊക്കെ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഈ മസാലയൊക്കെ ബീഫിൽ പെരളണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കപ്പയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ ഇത് കുഴച്ച് മിക്സ് ചെയ്യുക. ഇതിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട്, ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഞാനിത് കുഴച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നീട് ഞാനൊരു അരമുറി നാരങ്ങ നീര് കൂടി ഇതിന്റെ മുകളിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. നമുക്ക് നാരങ്ങയുടെയൊക്കെ ആ ഒരു ഫ്ലേവറും ആ ഒരു പുളി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ബിരിയാണി അല്ലേ, അപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് ഒരു അരമുറി നാരങ്ങ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നിടം വരെ താങ്ക് യു.